ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്. അപ്പം ഞാൻ കമ്മൽ മേടിച്ച് പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ കുറച്ച് ആൾക്കാർക്ക് ഒരാകാംക്ഷ. അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോ, കമ്മൽ മേടിച്ചു എന്നല്ലാതെ എത്രയാണ് വെയിറ്റ്, എത്ര പൈസയാണ്, അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേതാ, ഇതാണ് കമ്മൽ. ഇതാണ് വരുന്നത്. ഈ കമ്മലിന് പറ്റിയൊരു മാല ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി മാല കാണും, ലോക്കറ്റ് കാണുന്നില്ല ഗായ്സ്. അപ്പോൾ ഇതിന് സെറ്റാക്കിയിട്ട് ഈ ലോക്കറ്റും ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മേടിച്ചത് മലബാർ ഗോൾഡ് എന്നാണ്. ഡീറ്റെയിൽ കാണിച്ചു കേട്ടോ. പിന്നെ ചിലർക്കുണ്ടല്ലോ ഇത് സ്വർണ്ണമല്ല എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടും കൂടി കേട്ടോ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക നിന്നത്. ഇതിപ്പോൾ മേടിച്ച ഡേറ്റ് എവിടെ, ഡേറ്റ് കാണുന്നില്ല ഗൈസ്. ഇതിൽ ഡേറ്റ് എവിടെ? 30/4. ഇവിടെ വലിയ മഴ പെയ്യാനുണ്ടല്ലേ. അപ്പം ഫസ്റ്റ് പറയാം, എൻ്റെ ഭർത്താവ് എന്തുവാടേ, ഭയങ്കര കാറ്റ്, മഴ പെയ്യാനുള്ളത് കൊള്ളാൻ തോന്നുന്നു, വല്ലാത്തൊരു കാറ്റ്. അപ്പം ഫസ്റ്റ് കാണിക്കാനുള്ളത് മലബാർ ഗോൾഡ് എന്നാണ് സംഭവം മേടിച്ചത്. അപ്പം 18 ക്യാരറ്റ് ആട്ടോ കമ്മൽ വരുന്നത്. 916 അല്ല, 18 ക്യാരറ്റാണ് വരുന്നത്. അപ്പോൾ 18 ക്യാരറ്റ് സ്റ്റോൺ അടക്കം 4 ഗ്രാമും 270 മില്ലിയുമാണ് സ്റ്റോൺ അടക്കം ഉള്ളത്. അപ്പോൾ സ്റ്റോൺ കഴിച്ചിട്ട് വരുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ 3 ഗ്രാമും 354 മില്ലിയുമാണ് സ്റ്റോൺ കഴിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 33,010 രൂപയാണ് കാണിച്ചത്. എനിക്ക് 31,000 ആണ് ആയത്. അത് ഡിസ്കൗണ്ട് കഴിച്ചിട്ടാട്ടോ. 33 തന്നെ കൊടുക്കുക ഞാൻ. അത് ഗൈസ് ഞാൻ കാർഡാണ് കൊടുത്തത്. ഞാൻ സത്യം പറയാച്ചാൽ എത്രയാണ് കൊടുത്തതെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 31 ഞാൻ കൊടുത്തത്. എന്തായാലും ഇതാ ഇതിൽ കാണിക്കുന്നത് 33. എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ 31 ആട്ടോ കൊടുത്തത്. അതെന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതിനോടൊപ്പം നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് ഇത് മലബാർ ഗോൾഡിൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വേറെ ഇവിടുന്ന് എനിക്കിത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, 1 വർഷത്തിനുള്ളിൽ കമ്മൽ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കള്ളൻ കൊണ്ടുപോവുകയോ ചെയ്താൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. എന്ന് വെച്ചാൽ ആ കമ്മലിൻ്റെ തത്തുല്യമായ തുക നമുക്ക് കിട്ടും. അത് നമ്മളിപ്പം കമ്മൽ കൊണ്ടുവച്ച് വീട്ടിൽ വെച്ചിട്ട് നാളെ തന്നെ എൻ്റെ കമ്മൽ പോയി പറഞ്ഞ് മലബാർ ഗോൾഡ് പോയിട്ട് കാര്യമല്ല കേട്ടോ. നമ്മൾ അതിൻ്റേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ട് അത് റെസീറ്റ്, നമ്മൾ FIR ഇട്ടതിൻ്റെ റെസീറ്റ് സഹിതം കൊടുത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അപേക്ഷിച്ചിട്ടൊക്കെ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ അവിടുന്ന് 10 പവൻ മേടിച്ച് നാളെ തന്നെ എൻ്റെ 10 പവൻ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് എൻ്റെ 10 പവൻ പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇത് അവിടെ ഡിസ്കൗണ്ടിന് പകരം ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പകരം ചെയ്യുന്നൊരു സംഭവമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് 31,000 ആണോ 33,000 ഞാൻ കൊടുത്തതെന്നുള്ളത് എൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യണം. ഞാനും ഇപ്പോഴാട്ടോ ഗൈസ് സത്യം പറയാച്ചാൽ നോക്കിയത്. ഞാൻ 31 ആക്കി വെച്ചിട്ടുണ്ട്. 33.10 48 പൈസയാണ്. എന്നാൽ ഞാൻ 31 ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിൽ എവിടെയും 31 എന്നില്ല.
അപ്പോൾ 33 തന്നെയായിട്ട് 33 എന്നുള്ളത് ഞാൻ 31 എന്ന് കേട്ടതായിരിക്കും. എന്തായാലും കാർഡ് കൊടുക്കുമ്പം ഞാനിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളൊരു സംഭവമാണ് ഇത്. ഇത് 1 വർഷത്തേക്കേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. 1 വർഷം നമുക്ക് ഇത് സേഫാണ്. അവിടുന്ന് മേടിക്കുന്ന ഗോൾഡൊക്കെ 1 വർഷത്തേക്ക് നമുക്ക് സേഫാണ്. ഇവൻ നഷ്ടപ്പെട്ടു പോയാൽ, കള്ളം കൊണ്ടുപോയാൽ, മറ്റേ തീപിടുത്തുണ്ടായാൽ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കുള്ള ഒരു സംഭവമാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ പോട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഗൈസ് 33.10 ഇതിലും കാണിക്കുന്നുണ്ട്. എന്നാൽ സത്യം പറയാമല്ലോ, ഞാൻ വിചാരിച്ചത് 31 എന്നാട്ടോ. അവൻ 33 എന്ന് പറഞ്ഞാൽ ഞാൻ 31 എന്നാണ് കേട്ടെ. ഞാനിട്ട് നോക്കിയതുമില്ല മെസ്സേജ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് 2000 രൂപ അധികം മാത്രമേ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പേരിലാട്ടോ ഞാൻ മേടിച്ചത്, സോഫിയ കുറപ്പൊയിൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ഏതായാലും പലർക്കും സംശയം, എന്നെ എന്നാത്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ഞാനെന്തുവാടി വല്ല കടിച്ചു കീറുന്ന ജീവിയാണോ? അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ വെയിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സ്റ്റോണിൻ്റെ റേറ്റ് വരുന്നത് 2500 രൂപയാണ് ഈ സാധനത്തിന്. വല്ലാത്തൊരു സംഭവം അല്ലേ? ഇത് വിറ്റാൽ ഒരു 5 പൈസ കിട്ടൂല. നേരെ മറിച്ച് ഈ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമുക്ക് റീസെയിൽ വാല്യൂ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സ്റ്റോണിന് റീസെയിൽ വാല്യൂ ഇല്ല. അപ്പോൾ ഈ 18 ക്യാരറ്റ് എന്ന് പറയുമ്പം നമ്മൾ നിലവിലുള്ള 1 ഗ്രാമിൻ്റെ ഇപ്പം നിലവിൽ ഇന്നിപ്പോൾ എത്ര ഗ്രാമിനെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എത്രയാണോ 1 ഗ്രാമിനുള്ളത് അതിൻ്റെ 1000 രൂപ കുറയും 18 ക്യാരറ്റിന്. അത് മേടിക്കുമ്പോഴും അങ്ങനെയാണ്, കൊടുക്കുന്ന സമയത്തും അങ്ങനെയാണ്. നമ്മളെപ്പം ഉള്ള ഏത് റേറ്റ്, ഇപ്പോൾ 1 ഗ്രാമിന് ഇപ്പം 7000 ആണെങ്കിൽ 18 ക്യാരറ്റിന് 6000 രൂപയാണ് മേടിക്കുമ്പോൾ വിൽക്കുമ്പോൾ ഉള്ള റേറ്റ്. അപ്പം ഈ 18 ക്യാരറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഇത് ലൈഫ് കിട്ടുന്നൊരു സംഭവമാണ് 18 ക്യാരറ്റ്. ഈ ഫാൻസി വർക്കൊക്കെ 18 ക്യാരറ്റ് മേലാണ് മിക്കതും ഉണ്ടാവുക. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ വേറൊരു കമ്മലില്ലേ, അത് 916 വരുന്നത്. അത് ഞാൻ 18 ക്യാരറ്റ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഫങ്ഷന് സംബന്ധിച്ചിട്ടാണ് ഞാൻ അത് ഓർഡർ കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു 18 ക്യാരറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്. അങ്ങനെ പിന്നെ 18 ക്യാരറ്റ് എടുക്കാതിരുന്നതാണ്. അപ്പോൾ ഇത് 18 ക്യാരറ്റാണ്. അവിടെ ഞാൻ 1.5 ഗ്രാമിൻ്റെ ഒരു കമ്മലൂട് കണ്ടു വെച്ചിട്ടുണ്ട്. 1.5 ഗ്രാം തോന്നുന്നു 21,000 രൂപ വരും. അതിൽ ഡിസ്കൗണ്ട് അല്ല, അതിലേക്ക് 3% ടാക്സ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സംഭവം എൻ്റെ കയ്യിലുള്ള ഒരു കമ്മൽ ഉണ്ട്, അല്ല നിലവിലുള്ള കമ്മലിനെ പോലെ തൂക്കിയിടേണ്ടതാണ്. അങ്ങനത്തെ വേറൊരു മോഡൽ കമ്മലുണ്ടായിരുന്നു. അതാണ് ഞാൻ എവിടെയോ സേഫായിട്ട് വെച്ചത്. എവിടെയാണെന്ന് എൻ്റെ പൊന്നാര മക്കളെ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതെവിടെ പോയി എന്ന് എനിക്കറിയില്ല. സംഭവം 2 ഗ്രാമേ ഉള്ളൂ, പക്ഷെ നല്ല ലെങ്ത്തിൽ, ഇത് പോണ ലെങ്ത്തിലായിട്ട് നല്ല അടിപൊളി സംഭവമാണ്. ആ 2 ഗ്രാമിന് അരപ്പവൻ്റെ പൈസ ഞാൻ കൊടുത്തു. വേറൊരു സംഭവമുണ്ട്, നമ്മൾ വിചാരിക്കും 18 ക്യാരറ്റ് അല്ലേ ഉള്ള പിന്നെ പ്രൈസിനെക്കാട്ടിലും 1000 രൂപ കുറവല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിന് മേക്കിംഗ് ചാർജ്, നല്ല മേക്കിംഗ് ചാർജാണ്. ഇതിന് വരുന്ന മേക്കിംഗ് ചാർജ് ഇവർ ഇതിൽ എത്രയാണ് കൊടുത്തത് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. ഇവിടെ മേക്കിംഗ് ചാർജ് ഇവരിതിൽ എവിടെയാണ് ഗൈസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. 26% എന്ന് വെച്ചാൽ ഈ 33,000 രൂപയുടെ 26% ഇവർ മേക്കിംഗ് ചാർജ് ഇതിനിട്ടത്. അപ്പോൾ സദാ ഒരു നോർമൽ കമ്മലൊക്കെ എടുക്കുകയാണെങ്കിൽ 2 ഗ്രാം അല്ല 2%, 3%, 10%, 18% ഒക്കെയാണ് നോർമലി മേക്കിംഗ് ചാർജ് വരിക. പക്ഷെ ഇതിന് അവിടെ പോയി 26% മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത്രമേൽ
ഇത് വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു പൈസ നമ്മളിതിന് മേക്കിംഗ് ചാർജായിട്ട് കൊടുക്കണം. അതിൽ കൊടുത്തിട്ടില്ല. ഈ ശതമാനം അല്ലാതെ അത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ, കറക്റ്റ് പറഞ്ഞൊക്കെ തരും. നമ്മൾ വിചാരിക്കും പറഞ്ഞു തരൂല എന്നൊക്കെ, പക്ഷേ അവർ പറഞ്ഞു തരും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതായാലും എനിക്കൊരു അബദ്ധം പറ്റിയത് അത് ഈ ഒരു സംഭവത്തിലൂടെയാണ് എനിക്കിപ്പം മനസ്സിലായത്. 31 എന്നാണ് ഞാൻ കേട്ടത്, പക്ഷെ 33 എന്നായിരുന്നു അവർ പറഞ്ഞത്. ആ ഒരു സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്നോട് ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണ്, കമ്മലിൻ്റെ ഡീറ്റെയിൽ പറയുമോ എന്ന് ചോദിച്ചിട്ടൊന്നും മെസ്സേജ് അയക്കേണ്ട. നിങ്ങൾക്കൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുക. ചിലർക്കൊരു സംശയം, ഇത് മലബാർ ഗോൾഡിൻ്റെ പെട്ടിയിൽ ഇട്ടാലും മലബാർ ഗോൾഡ് കയറി ഇറങ്ങിയാലും നമ്മൾ ഇത് മേടിക്കണമെന്നില്ല. പക്ഷെ ഞാൻ അവിടെ ടാഗ് വരെ കാണിച്ചിട്ടുണ്ട്, എന്നിട്ടും സംശയമുള്ള ആൾക്കാർ എന്താ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ കേട്ടോ.